ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജുബൾസ്. നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ 4th സെമസ്റ്റർ FUGP സ്റ്റുഡൻസിനുള്ള മെഡീവൽ സൊസൈറ്റീസ് എന്ന സബ്ജക്റ്റിലെ ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹിസ്റ്ററിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 1 പ്രധാന ഭാഗങ്ങളായ ദ റോമൻ എംപയർ, അതിൻ്റെ സവിശേഷതകൾ, പിന്നെ എങ്ങനെയാണ് അത്രയും വലിയൊരു സാമ്രാജ്യം തകർന്നു പോയത് അഥവാ ഫോൾ ഓഫ് ദ റോമൻ എംപയർ എന്നിവയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ പഠിക്കാനുണ്ട്. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഫസ്റ്റ് സെക്ഷനിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് റോമൻ സാമ്രാജ്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു റോം. റോമിനെ ഇത്രയും കാലം ഒറ്റക്കെട്ടായി നിലനിർത്തിയത് അവിടുത്തെ റോമൻ ആർമീസ് അഥവാ സൈനിക ശക്തിയായിരുന്നു. ആ ഒരു മിലിറ്ററി പവർ കൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രദേശം അവർ ഒന്നിപ്പിച്ച് നിർത്തിയത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ദ ഐഡിയ ഓഫ് റോം, അതായത് നമ്മൾ റോമാക്കാരാണ് എന്ന ആ ഒരു ചിന്ത ആളുകളെ തമ്മിൽ ഒരുമിപ്പിച്ച് നിർത്തി. ഇവിടുത്തെ കൾച്ചർ നോക്കുകയാണെങ്കിൽ ഉയർന്ന ക്ലാസ്സിലുള്ള ആളുകൾ, അതായത് വെൽത്തി റോമൻസ് ഒക്കെ ബൈലിംഗ്വൽ ആയിരുന്നു. അവർക്ക് ഗ്രീക്കും ലാറ്റിനും ഒരുപോലെ അറിയാമായിരുന്നു. പക്ഷേ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ആഡംബര നഗരങ്ങൾ മാത്രമല്ല റോം. മിക്ക സാധാരണക്കാരായ ജനങ്ങളും ജീവിച്ചു പോയിരുന്നത് ഗ്രാമങ്ങളിലും കൃഷിയിടങ്ങളിലുമായിരുന്നു. റോം പ്രധാനമായും അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ പവർ, അവിടെ നിലനിന്നിരുന്ന ദീർഘകാല സമാധാനം അഥവാ ലാസ്റ്റിംഗ് പീസ്, പിന്നെ അവിടുത്തെ ഫിലോസഫേഴ്സും ആർട്ടിസ്റ്റുകളും കവികളും ഒക്കെ ലോകത്തിന് നൽകിയ ആ ഒരു വലിയ കൾച്ചർ എന്നിവയുടെ പേരിലാണ്. ഇത്രയും സ്ട്രോങ് ആയ ഒരു സാമ്രാജ്യമാണ് പിന്നീട് തകർച്ചയിലേക്ക് നീങ്ങിയത്. ഇത്രയും സ്ട്രോങ് ആയിരുന്ന റോമൻ സാമ്രാജ്യം എങ്ങനെയാണ് തകർന്നു തുടങ്ങിയത്, അതാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. റോമിൻ്റെ പതനത്തെ നമുക്ക് പ്രധാനമായും 2 വശങ്ങളായി തിരിക്കാം. ഒന്ന് പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ആസ്പെക്ട്, അതായത് അവിടുത്തെ രാഷ്ട്രീയം, സമൂഹം, സാമ്പത്തിക അവസ്ഥ എന്നിവയിലുണ്ടായ മാറ്റങ്ങൾ. 2 ഇൻ്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട്സ്, ആളുകളുടെ ചിന്താഗതിയിലും വിശ്വാസങ്ങളിലും വന്ന മാറ്റങ്ങൾ. ഈ പതനത്തിന് പറയുന്ന ഏറ്റവും വലിയ ഒരു കാരണം ബാർബറൈസേഷൻ ഓഫ് ദ എംപയർ ആണ്. അതായത് റോമൻ സാമ്രാജ്യത്തിന് പുറത്തുള്ള ബാർബേറിയൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ റോമിലേക്ക് നുഴഞ്ഞു കയറുകയും റോമൻ സൈന്യത്തിലും ഭരണത്തിലും സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഈ ഒരു ഇൻഫിൽട്രേഷൻ റോമിൻ്റെ രാഷ്ട്രീയ ഭദ്രതയെ പാടെ തകർത്തു കളഞ്ഞു. ചുരുക്കത്തിൽ ഉള്ളിൽ നിന്നുള്ള ജീർണതയും പുറത്തു നിന്നുള്ള ആക്രമണങ്ങളും റോമിനെ പതനത്തിലേക്ക് എത്തിച്ചു. റോമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില ചക്രവർത്തിമാരുണ്ട്. ഈ ലിസ്റ്റ് നിങ്ങളുടെ എക്സാമിന് ടൈം ലൈൻ ഓർക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആദ്യത്തെ പേര് ഡയക്ലീഷ്യൻ. അദ്ദേഹം 284-305 കാലഘട്ടത്തിലുള്ളതായിരുന്നു. റോമിനെ രക്ഷിക്കാൻ വേണ്ടി സാമ്രാജ്യത്തെ 2ആയി വിഭജിച്ച ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിന് ശേഷം വരുന്നത് ചരിത്ര പ്രസിദ്ധനായ കോൺസ്റ്റന്റൈൻ. അദ്ദേഹം 306-337 കാലഘട്ടത്തിലുള്ളതാണ്. ക്രിസ്തുമതത്തിന് വലിയ പ്രാധാന്യം നൽകിയതും കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പുതിയ തലസ്ഥാനം പണിതതും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്താണ്. അടുത്തത് വാലൻസ്. അദ്ദേഹം 364-378 കാലഘട്ടമാണ്. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് റോമിന് വലിയ വെല്ലുവിളിയായി ബാർബേറിയൻ അധിനിവേശങ്ങൾ സ്ട്രോങ് ആയത്. പിന്നെ വരുന്നത് തിയോഡോഷ്യസ്. അദ്ദേഹം 378-395 കാലഘട്ടത്തിലുള്ളതാണ്. റോമിനെ ഒറ്റക്കെട്ടായി ഭരിച്ച അവസാനത്തെ ചക്രവർത്തിയായി ഇദ്ദേഹത്തെ കണക്കാക്കാം. കാരണം ഇദ്ദേഹത്തിന് ശേഷമാണ് സാമ്രാജ്യം പൂർണ്ണമായും വിഭജിക്കപ്പെട്ടത്. നമ്മളെ ലിസ്റ്റിൽ അടുത്തതായി കാണുന്നത് വാലന്റൈനിയൻ മൂന്നാമനാണ്. അദ്ദേഹം 425-455 കാലഘട്ടത്തിൽ ഉള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ കാലമായപ്പോഴേക്കും റോമൻ സാമ്രാജ്യം വളരെ വീക്കായി കഴിഞ്ഞിരുന്നു. വടക്ക് നിന്നുള്ള വാൻഡലുകളും ഹണുകളും ഒക്കെ റോമിനെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരുന്ന ഒരു ടൈമായിരുന്നു അത്. ഒടുവിൽ റോമിൻ്റെ ചരിത്രത്തിലെ അവസാനത്തെ ചക്രവർത്തിയായി നമ്മൾ കണക്കാക്കുന്നത് റോമുലസ് അഗസ്റ്റുലസ് ആണ്. അദ്ദേഹം 474-476 കാലഘട്ടത്തിലുള്ളതാണ്. വെറും കൗമാരക്കാരനായിരുന്ന ഇദ്ദേഹത്തെ 476 ജർമ്മനിക് ഗോത്ര തലവനായ ഓഡോസർ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. ഇതോടുകൂടി ആയിരക്കണക്കിന് വർഷം ലോകം ഭരിച്ച ആ വലിയ പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം ഔദ്യോഗികമായി അവസാനിച്ചു. ഹിസ്റ്ററിയിൽ ഇതൊരു വലിയ മാറ്റമായിരുന്നു. ഇതിനുശേഷമാണ് മീഡീവൽ പീരീഡ് അഥവാ മധ്യകാലഘട്ടം സ്ട്രോങ് ആയി തുടങ്ങുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റോമിൻ്റെ പതനത്തിന് ഏറ്റവും പ്രധാന കാരണമായ ദ ഇൻഫിൽട്രേഷൻ ഓഫ് ബാർബേറിയൻസ് അഥവാ ബാർബേറിയൻ വംശജരുടെ കടന്നുകയറ്റത്തെക്കുറിച്ചാണ്. യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ ഈ ഇൻവേഷൻസിന് വലിയൊരു റോളുണ്ട്. 3-4 നൂറ്റാണ്ടുകളിൽ തുടങ്ങിയ ഈ ഒരു വലിയ കുടിയേറ്റമാണ് സത്യത്തിൽ ഇന്നത്തെ യൂറോപ്പിനെ രൂപപ്പെടുത്തിയത്. ഓരോ നാട്ടിലെ ചരിത്രകാരന്മാരും ഇതിനെ ഓരോ രീതിയിലാണ് കാണുന്നത്. ഉദാഹരണത്തിന് ഫ്രഞ്ച്, ഇറ്റാലിയൻ ചരിത്രകാരന്മാർ ഈ ബാർബേറിയൻ അധിനിവേശത്തെ ഒരു മോശം കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് നിലനിന്നിരുന്ന ഒരു വലിയ സിവിലൈസേഷനെ ഇവർ നശിപ്പിച്ചു എന്നും അതോടെ
നൂറ്റാണ്ടോടെ യൂറോപ്പിൽ ഒരു ഡാർക്ക് ഏജ് തുടങ്ങി എന്നുമാണ് ഇവരുടെ വാദം. എന്നാൽ റോമക്കാരെ സംബന്ധിച്ച് റോമൻ സാമ്രാജ്യത്തിൻ്റെ അതിർത്തിക്ക് പുറത്ത് താമസിച്ചിരുന്ന എല്ലാവരും അവർക്ക് ബാർബേറിയൻസ് ആയിരുന്നു. റോമിൻ്റെ പതനം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വലിയ തർക്കങ്ങളുണ്ട്. ഇനി പറയുന്ന പേരുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യത്തേത് JB ബറി ആണ്. ഇദ്ദേഹം പറയുന്നത് റോമിൻ്റെ പതനം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായിരുന്നില്ല എന്നാണ്. പകരം യാദൃശ്ചികമായി നടന്ന ചില സംഭവങ്ങളുടെ ഫലമായി അധികാരം പതുക്കെ നഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ എഡ്വേർഡ് ഗിബ്ബൺ പറയുന്നത് മറ്റൊന്നാണ്. റോം അത്രയും വലിയൊരു സാമ്രാജ്യമായി വളർന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പതനം തികച്ചും സ്വാഭാവികമായിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അടുത്തത് ആൻഡ്രേ പിഗണോയിൽ എന്ന ചരിത്രകാരനാണ്. അദ്ദേഹം വളരെ പവർഫുൾ ആയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നടത്തിയിട്ടുള്ളത്. റോമൻ സംസ്കാരം സ്വാഭാവികമായി മരിച്ചതല്ല, അത് കൊല ചെയ്യപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതായത് ബാർബേറിയൻ ആക്രമണമാണ് റോമിനെ ഇല്ലാതാക്കിയത് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അവസാനമായി NH ബേനസ് പറയുന്നത് പടിഞ്ഞാറൻ റോമിലെ കടുത്ത ദാരിദ്ര്യത്തെക്കുറിച്ചാണ്. ഈ ദാരിദ്ര്യം കാരണം സൈന്യത്തെയും ഭരണ സംവിധാനത്തെയും നിലനിർത്താൻ റോമിന് കഴിഞ്ഞില്ല. അതാണ് തകർച്ചയ്ക്ക് കാരണമായത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഈ ബാർബേറിയൻസ് വംശജർ റോമിനെ ആക്രമിച്ചത് എന്നതിൻ്റെ കാരണങ്ങളാണ്. എന്തുകൊണ്ടാണ് ബാർബേറിയൻസ് റോമിലേക്ക് ഇത്രയധികം ഇരച്ചു കയറിയത്? ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, അവരുടെ ഇടയിലുണ്ടായ ജനസംഖ്യാ വർധനവ്. 2, അട്രാക്ഷൻ ഓഫ് മോർ ഫെർട്ടൈൽ ടെറിട്ടറീസ്, റോമിലെ ഫലഭൂയിഷ്ഠമായ മണ്ണും സമ്പത്തും അവരെ ആകർഷിച്ചു. യഥാർത്ഥത്തിൽ ഈ ബാർബേറിയൻ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് ജർമ്മനിക് വംശജർ, പലപ്പോഴും ജീവൻ രക്ഷിക്കാനായി ഓടി വന്നവരായിരുന്നു. പണ്ട് കാടുകളിൽ വേട്ടയാടിയും യുദ്ധം ചെയ്തും കഴിഞ്ഞിരുന്ന ഈ ട്രൈബുകൾക്കിടയിൽ 3-ാം നൂറ്റാണ്ടോടെ കടുത്ത ആഭ്യന്തര തർക്കങ്ങൾ ഉണ്ടായി. കൃഷിഭൂമിക്കും സഞ്ചാരപാതകൾക്കും വേണ്ടി അവർ തമ്മിൽ നിരന്തരം കലഹിച്ചു. അവർക്ക് കിഴക്കോട്ട് വ്യാപിക്കാൻ കഴിയില്ലായിരുന്നു, കാരണം അവിടെ മറ്റ് നാടോടി വിഭാഗങ്ങൾ അവരുമായി മത്സരത്തിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് മുന്നിലുള്ള ഏക വഴി പടിഞ്ഞാറോട്ടും തെക്കോട്ടും, അതായത് സമ്പന്നമായ റോമൻ അതിർത്തികളിലേക്ക് നീങ്ങുക എന്നതായിരുന്നു. ബാർബേറിയൻ അധിനിവേശത്തിന് പിന്നിലെ മറ്റൊരു നിർണായകമായ കാരണം ദ ഹൺസ് ആണ്. സെൻട്രൽ ഏഷ്യയിൽ നിന്നുള്ള അതിക്രൂരരായ പോരാളികളായിരുന്നു ഈ ഹണുകൾ. അവർ ജർമ്മനിക് ഗോത്രങ്ങൾക്കിടയിൽ വലിയ പേടിയും പരിഭ്രാന്തിയും ഉണ്ടാക്കി. ഹണുകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ജർമ്മനിക് വിഭാഗങ്ങൾ റോമൻ അതിർത്തികളിൽ അഭയം തേടാൻ തുടങ്ങി. അതായത് ഇവർ കേവലം ആക്രമണകാരികളായല്ല, മറിച്ച് പട്ടിണി പാവങ്ങളും ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന അഭയാർത്ഥികളുമായാണ് റോമിനെ സമീപിച്ചത്. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയായിരുന്നു. ഹണുകൾ ബാർബേറിയന്മാരെ ആക്രമിക്കുന്നു, പേടിച്ചോടുന്ന ബാർബേറിയന്മാർ റോമിലേക്ക് കടക്കുന്നു. ചരിത്രകാരനായ ജോർഡാൻസ് ഇതിനെക്കുറിച്ച് പറയുന്നത് വളരെ കഷ്ടം തോന്നുന്ന ഒരു കാര്യമാണ്. 378 ഗോത്തുകൾ റോമിനെതിരെ ആയുധമെടുത്തത് പട്ടിണി സഹിക്കാൻ വയ്യാതെയാണ്. റോമക്കാർ അവരെ ക്രൂരമായി ചൂഷണം ചെയ്തു. പട്ടിണി കിടക്കുന്ന ബാർബേറിയന്മാർക്ക് പട്ടിയുടെ ഇറച്ചി വരെ വലിയ വിലയ്ക്ക് വിൽക്കുകയും പകരം അവരുടെ മക്കളെ അടിമകളായി ചോദിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ഫെമിൻ അഥവാ പട്ടിണിയാണ് അവരെ ഒരു വയലന്റ് ഗ്രൂപ്പായി മാറ്റിയത്. അടുത്തതായി നമുക്ക് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 വ്യൂ പോയിന്റുകൾ നോക്കാം. ചരിത്രകാരന്മാർ ഈ മാറ്റങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. റോമിൻ്റെ തകർച്ചയെയും ബാർബേറിയന്മാരുടെ വരവിനെയും 2 വ്യത്യസ്ത രീതിയിലാണ് ചരിത്രകാരന്മാർ നോക്കിക്കാണുന്നത്. അതിനെ നമുക്ക് ജർമ്മനിസ്റ്റ് വ്യൂ എന്നും റോമനിസ്റ്റ് വ്യൂ എന്നും വിളിക്കാം. ആദ്യം ജർമ്മനിസ്റ്റ് വ്യൂ എന്താണെന്ന് നോക്കാം. ഇവർ വിശ്വസിക്കുന്നത് ബാർബേറിയന്മാരുടെ വരവോടെ റോമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്നാണ്. പഴയ റോമൻ വില്ലകൾ മാറി പുതിയ തരം ഗ്രാമീണ ജീവിത രീതികൾ വന്നു. നഗരകേന്ദ്രീകൃതമായ റോമൻ സംസ്കാരം ഇല്ലാതാകാൻ ഇത് കാരണമായി എന്ന് ഇവർ വാദിക്കുന്നു. ചുരുക്കത്തിൽ ഇതൊരു വലിയ തകർച്ചയായാണ് ഇവർ കാണുന്നത്. എന്നാൽ ഇതിന് വിപരീതമായ ഒന്നാണ് റോമനിസ്റ്റ് വ്യൂ അഥവാ കോണ്ടിന്യൂറ്റി വ്യൂ. ഇവർ പറയുന്നത് റോം പെട്ടെന്ന് ഒരു ദിവസം തകർന്നു പോയിട്ടില്ല എന്നാണ്. ബാർബേറിയൻ കുടിയേറ്റം എന്നത് ഒരു ചെറിയ കൂട്ടം പോരാളികളുടെ നീക്കം മാത്രമായിരുന്നു. പഴയ റോമൻ ജീവിത രീതികളും നഗരങ്ങളും പൂർണ്ണമായും നശിച്ചില്ല. പകരം അവ പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ചരിത്രത്തിൽ ഒരു പെട്ടെന്നുള്ള തകർച്ചയല്ല, മറിച്ച് മാറ്റങ്ങളുടെ ഒരു തുടർച്ചയാണ് ഉണ്ടായതെന്നാണ് റോമനിസ്റ്റ് വ്യൂ പറയുന്നത്. ഇനി നമുക്ക് ബാർബേറിയൻ ഗ്രൂപ്പുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്സ് അഥവാ ഗോത്തുകളെ കുറിച്ച് സംസാരിക്കാം. 5-ാം നൂറ്റാണ്ടായപ്പോഴേക്കും റോമൻ സാമ്രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ പകുതി കീഴടക്കിയത് പ്രധാനമായും ഈ ജർമ്മൻ ജനതയായിരുന്നു. ഈ ഗ്രൂപ്പിൽ ഗോത്തുകൾക്ക് പുറമെ വാൻഡലുകൾ, ലൊംബാർഡുകൾ തുടങ്ങി വേറെയും ഒരുപാട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ഏറ്റവും നേരത്തെ കുടിയേറ്റം തുടങ്ങിയത് ഗോത്തുകളാണ്. ഏകദേശം 2-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവർ വിസ്റ്റുല നദീതടങ്ങളിൽ നിന്ന് ബ്ലാക്ക് സീയുടെ തീരങ്ങളിലേക്കാണ് ആദ്യം നീങ്ങിയത്. ബ്ലാക്ക് സീയുടെ തീരത്തെത്തിയതോടെ ഈ ഗോത്തുകൾ 2 വലിയ വിഭാഗങ്ങളായി തിരിഞ്ഞു. ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഒന്ന് ഓസ്ട്രോ ഗോത്സ് അഥവാ ഈസ്റ്റ്
ഗോത്തുകൾ, 2 വിസിഗോത്സ് അഥവാ വെസ്റ്റ് ഗോത്തുകൾ. ഇവർ എന്തിനാണ് ഇങ്ങനെ പിരിഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേക രാഷ്ട്രീയ കാരണങ്ങളൊന്നുമില്ലായിരുന്നു. അതൊരു ജോഗ്രഫിക്കൽ ഡിവിഷൻ മാത്രമായിരുന്നു. അവർ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പേര് വന്നത്. ഇവർ ഒറ്റയടിക്കല്ല ഇവിടേക്ക് വന്നത്, പല പല ഗ്രൂപ്പുകളായിട്ടാണ് എത്തിയത്. ആദ്യം വന്നവർ ഡാന്യൂബ് നദീതടങ്ങളിൽ സെറ്റിൽ ചെയ്തു. പിന്നീട് വന്നവർ ബ്ലാക്ക് സീയുടെ തീരത്ത് വെച്ച് പഴയ ഗ്രൂപ്പുകളുമായി ഒന്നിച്ചു ചേർന്നു. അവിടെ വെച്ച് അവർ അവിടുത്തെ പഴയ ഗ്രീക്ക് സിറ്റികളായ ഒൽബിയ, ടൈറാസ് എന്നിവയൊക്കെ കീഴടക്കി തങ്ങളുടെ അധികാരമുറപ്പിച്ചു. ഈ വിജയങ്ങൾക്ക് ശേഷമാണ് അവർ റോമിനെ ലക്ഷ്യം വെക്കാൻ തുടങ്ങിയത്. ഏകദേശം 247 CE ആയപ്പോഴേക്കും ഗോത്തുകൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ നേരെ തങ്ങളുടെ ആക്രമണങ്ങൾ ആരംഭിച്ചു. ആ സമയത്ത് റോമിനെ സംബന്ധിച്ച് ഇതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ഗോത്തുകൾ വളരെ വേഗത്തിൽ റോമിന് മേൽ വിജയം നേടാൻ സാധിച്ചതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം അന്നത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഇൻറ്റേർണൽ വീക്ക്നെസ് അഥവാ ആഭ്യന്തരമായ തകർച്ചയാണ്. ഉള്ളിൽ രാഷ്ട്രീയമായ തർക്കങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കാരണം റോം വല്ലാതെ വീക്കായി നിൽക്കുന്ന സമയമായിരുന്നത്. രണ്ടാമത്തെ കാരണം അതേ സമയത്ത് തന്നെ കിഴക്ക് ഭാഗത്ത് പുതിയൊരു ശത്രു വളർന്നു വരുന്നുണ്ടായിരുന്നു. അതായിരുന്നു ന്യൂ പേർഷ്യൻ എംപയർ. അതായത് റോമിന് ഒരേ സമയം കിഴക്ക് ഭാഗത്ത് പേർഷ്യക്കാരെയും വടക്ക് ഭാഗത്ത് നിന്ന് ഗോത്തുകളെയും നേരിടേണ്ടി വന്നു. ഈ ഒരു പാരലൽ അറ്റാക്ക് റോമിനെ ശരിക്കും പ്രതിരോധത്തിലാക്കി. 251 CE റോമൻ സാമ്രാജ്യത്തിന് നേരെ ഗോത്തുകൾ ഏറ്റവും ശക്തമായ ഒരു പ്രഹരം ഏൽപ്പിച്ചു. റോമിനെ സംബന്ധിച്ച് വളരെ അപമാനകരമായ ഒരു പരാജയമായിരുന്നു അത്. അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന ഡേഷ്യസിന് സൈന്യത്തെ ഗോത്തുകൾ തന്ത്രപരമായി ഡാന്യൂബ് നദിയുടെ തീരത്തുള്ള ഒരു വലിയ ചതുപ്പിലേക്ക് വലിച്ചിഴച്ചു. ആ ചതുപ്പിൽ വെച്ച് റോമൻ സൈന്യത്തിന് വേണ്ട രീതിയിൽ യുദ്ധം ചെയ്യാൻ കഴിഞ്ഞില്ല. ഗോത്തുകൾ ആ സൈന്യത്തെ പൂർണ്ണമായും തകർക്കുകയും ഡേഷ്യസ് ചക്രവർത്തിയെ യുദ്ധകളത്തിൽ വെച്ച് വധിക്കുകയും ചെയ്തു. ഇതിനെ ഹിസ്റ്ററിയിൽ ഒരു ഷെയിംഫുൾ ബ്ലോ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഒരു ബാർബേറിയൻ ഗ്രൂപ്പിനോട് യുദ്ധം ചെയ്ത് കൊല്ലപ്പെടുന്ന ആദ്യത്തെ റോമൻ ചക്രവർത്തിയായിരുന്നു ഇദ്ദേഹം. ഈ വിജയത്തിന് ശേഷം ഗോത്തുകൾ ബ്ലാക്ക് സീയിലെയും ഈജിയൻ കടലിലെയും നഗരങ്ങളിൽ വലിയൊരു ഭീതിയായി അഥവാ ഒരു ടെററായി. ഗോത്തുകളുടെ ആക്രമണത്തിൽ റോം തകർന്നു പോകുമെന്ന് കരുതിയ സമയത്താണ് 269 CE ക്ലോഡിയസ് രണ്ടാമൻ എന്ന കരുത്തനായ ചക്രവർത്തി വരുന്നത്. ഗോത്തുകൾ കടൽ വഴിയും കരവഴിയും ഒരേപോലെ റോമിനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ക്ലോഡിയസ് അവരെ അതിശക്തമായി നേരിട്ടു. അദ്ദേഹം ആ വലിയ അധിനിവേശത്തെ തുരത്തുകയും ഗോത്തുകളെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഈ മഹാവിജയത്തിന്റെ ബഹുമാനാർത്ഥമാണ് അദ്ദേഹത്തിന് ക്ലോഡിയസ് ഗോത്തിക്കസ് എന്ന പേര് ലഭിച്ചത്. ക്ലോഡിയസ് നേടിയെടുത്ത ഈ വിജയ കാരണം ഡാന്യൂബ് നദിക്ക് തെക്ക് ഭാഗത്തുള്ള റോമൻ പ്രദേശങ്ങളിൽ കുറെ കാലത്തേക്ക് ഗോത്തുകളുടെ ശല്യമില്ലാതെ സമാധാനം നിലനിന്നു. റോമിന് ലഭിച്ചൊരു വലിയ തിരിച്ചുവരവായിരുന്നു ഇത്. അടുത്തത് നോക്കുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ തുടക്കത്തെക്കുറിച്ചാണ്. സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഡാസിയ എന്ന പ്രദേശം ബാർബേറിയൻസ് കൈക്കലാക്കുന്നതോടെയാണ് ഇത് തുടങ്ങുന്നത്. ക്ലോഡിയസ് ഗോത്തിക്കസിന് ശേഷം 270 CE ഒറേലിയൻ ചക്രവർത്തി അധികാരത്തിൽ വന്നു. അദ്ദേഹം ഒരു നിർണായക തീരുമാനമെടുത്തു. ഡാസിയയിൽ ഉണ്ടായിരുന്ന റോമൻ ഉദ്യോഗസ്ഥരെയും സൈന്യത്തെയും അദ്ദേഹം അവിടെ നിന്ന് പിൻവലിച്ചു. അതോടെ ഡാന്യൂബ് നദി വീണ്ടും റോമിൻ്റെ അതിർത്തിയായി മാറി. ചുരുക്കത്തിൽ 270 CE ഡാസിയയിലെ റോമൻ ഭരണം അവസാനിക്കുകയും അവിടെ ഗോത്തുകളുടെ കാലഘട്ടം ആരംഭിക്കുകയും ചെയ്തു. എന്തിനാണ് ഒറേലിയൻ ചക്രവർത്തി ഡാസിയ ബാർബേറിയൻസിന് വിട്ടുകൊടുത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. സത്യത്തിൽ കഴിഞ്ഞ 15-20 വർഷങ്ങളായി ഗോത്തുകൾ പതുക്കെ ഡാസിയയിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒറേലിയൻ അധികാരത്തിൽ വന്നപ്പോഴേക്കും ഡാസിയ ഏതാണ്ട് പൂർണ്ണമായും റോമിന് നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് പ്രായോഗികമായി ചിന്തിച്ച അദ്ദേഹം കൈവിട്ടുപോയ ഒരു പ്രദേശം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് അത് ഉപേക്ഷിക്കുന്നതാണെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഡാന്യൂബ് നദിയെ റോമിന്റെ ഔദ്യോഗിക അതിർത്തിയായി അദ്ദേഹം നിശ്ചയിച്ചു. എങ്കിലും അടുത്ത 60 വർഷത്തോളം ഗോത്തുകളുടെ ചെറിയ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു. 324 CE കോൺസ്റ്റന്റൈൻ റോമിന്റെ ഏക ചക്രവർത്തിയായി മാറി. സാമ്രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ അദ്ദേഹം ചില കടുത്ത തീരുമാനങ്ങൾ എടുത്തു. ഡാന്യൂബ് നദീതടങ്ങളിൽ അദ്ദേഹം സൈനിക ക്യാമ്പുകളും കോട്ടകളും പണിതു. കൂടാതെ ത്രേസ് മേഖലയിൽ ഇന്ന് നമ്മൾ അതിനെ ഡ്രോബുജ എന്ന് വിളിക്കുന്നു. അവിടെ അദ്ദേഹം ഒരു വലിയ സംരക്ഷണ മതിൽ തന്നെ നിർമ്മിച്ചു. തന്റെ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ വിസിഗോത്തുകളുമായി ഒരു സമാധാന കരാറിൽ ഏർപ്പെടാൻ അദ്ദേഹം നിർബന്ധിതനായി. ഈ കരാറാണ് റോമൻ ചരിത്രത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിതെളിച്ചത്. കാരണം ഇതിലൂടെ വിസിഗോത്തുകൾ വെറും ശത്രുക്കളല്ലാതെ റോമിന്റെ സഖ്യകക്ഷികളായി മാറി. എന്താണ് ഈ കരാർ എന്ന് നോക്കാം. ഇതനുസരിച്ച് റോമിന്റെ അതിർത്തികൾ സംരക്ഷിക്കാമെന്നും യുദ്ധമുണ്ടായാൽ റോമൻ സൈന്യത്തിന് ആവശ്യമായ സോൾജിയേഴ്സിനെ നൽകാമെന്നും വിസിഗോത്തുകൾ സമ്മതിച്ചു. ഇതിന് പകരമായി റോം അവർക്ക് വർഷാവർഷം നിശ്ചിത തുക പ്രതിഫലമായി നൽകണം. ജർമ്മനിക് വംശജരും റോമും തമ്മിലുള്ള ബന്ധത്തിലെ ഒരു പ്രധാന ഘടകമായി ഈ ഫെഡറേഷൻ പിന്നീട് മാറി. ഡാസിയ പൂർണ്ണമായും വിസിഗോത്തുകളുടെ നിയന്ത്രണത്തിൽ
നിയന്ത്രണത്തിലായതും ഈ ഉടമ്പടിയിലൂടെയാണ്. സ്വന്തമായി ഒരു രാജ്യം സ്ഥാപിക്കുന്നതിന് മുൻപ് അവർ റോമിൻ്റെ ഭാഗമായി നിന്ന് കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഗോത്തുകളുടെ വ്യാപനത്തെക്കുറിച്ചാണ്. 4-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ഈസ്റ്റ് ഗോത്തുകളും വെസ്റ്റ് ഗോത്തുകളും തങ്ങളുടെ സാമ്രാജ്യം തൈസ് നദി മുതൽ നീപ്പർ നദി വരെ വ്യാപിപ്പിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രണ്ട് കൂട്ടരും സ്വതന്ത്രമായാണ് നിന്നിരുന്നത്. വിസിഗോത്തുകൾക്ക് രാജാവ് ഉണ്ടായിരുന്നില്ല, പകരം ഒരു റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഭരണമായിരുന്നു അവർക്ക്. എന്നാൽ ഓസ്ട്രോഗോത്തുകൾ രാജഭരണമാണ് തിരഞ്ഞെടുത്തത്. ഈ സമയത്താണ് ഹെർമൻറിക് എന്നൊരു വീരനായ രാജാവ് വരുന്നത്. അദ്ദേഹം ബാൾട്ടിക് കടൽ മുതൽ ബ്ലാക്ക് സീ വരെ നീളുന്ന ഒരു വലിയ ഗോത്തിക് സാമ്രാജ്യം പടുത്തുയർത്തി. പക്ഷേ കൃത്യമായ പ്ലാനിംഗ് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം മരിച്ചതോടെ ആ സാമ്രാജ്യം പെട്ടെന്ന് തന്നെ തകർന്നുപോയി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജർമ്മനിക് ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പേര് വൾഫിലസ് എന്നാണ്. ഗോത്തുകൾക്കിടയിൽ ക്രിസ്തുമതം ആദ്യമായി എത്തിക്കുന്നത് ഇദ്ദേഹമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം തീർന്നില്ല. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യം ഗോത്രങ്ങൾക്കായി ഒരു പുതിയ അക്ഷരമാല നിർമ്മിച്ചു എന്നതാണ്. ഗ്രീക്ക് അക്ഷരങ്ങളും ഗോത്തുകളുടെ പഴയ റൂണിക് ലിപികളും ചേർത്താണ് അദ്ദേഹം ഇത് ഉണ്ടാക്കിയത്. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ബൈബിൾ ഗോത്തിക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ജർമ്മനിക് വംശജരുടെ ചരിത്രത്തിലെ ആദ്യത്തെ ലിഖിത ഭാഷയുടെ തുടക്കം കൂടിയായിരുന്നു അത്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് വാൻഡൽസ് അഥവാ വാൻഡലുകളെയാണ്. ഇവരുടെ ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്നു ജെൻസറിക്. അദ്ദേഹം 428 സിഇയിൽ നോർത്ത് ആഫ്രിക്കയിൽ സ്വന്തമായി ഒരു രാജ്യം തന്നെ സ്ഥാപിച്ചു. ഏകദേശം 80,000 അനുയായികളുമായി അദ്ദേഹം 455 സിഇയിൽ റോം ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു. റോം വലിയൊരു യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് കരുതിയ സമയത്താണ് അന്നത്തെ പോപ്പായിരുന്ന പോപ്പ് ലിയോ ഒന്നാമൻ അതിൽ ഇടപെടുന്നത്. പോപ്പിന്റെ അഭ്യർത്ഥനയും സ്വാധീനവും കാരണം ജെൻസറിക് റോമിനെ നശിപ്പിക്കാതെ തിരിച്ചുപോയി. എങ്കിലും വാൻഡലുകളുടെ സാന്നിധ്യം റോമിന് എപ്പോഴും ഒരു തലവേദന തന്നെയായിരുന്നു. ഇനി നമുക്ക് ഹൺസിനെ കുറിച്ച് സംസാരിക്കാം. മധ്യേഷ്യയിൽ നിന്നുള്ള നാടോടികളായ ഒരു പോരാളി വർഗ്ഗമായിരുന്നു ഇവർ. 376 സിഇയിൽ ഇവർ യൂറോപ്പിലേക്ക് ഇരച്ചു കയറുകയും ഓസ്ട്രോഗോത്തുകളെ അടിച്ചോടിക്കുകയും ചെയ്തു. ഹണുകളെ പേടിച്ച് വിസിഗോത്തുകൾ അഭയം തേടി റോമൻ ചക്രവർത്തിയായ വാലൻസിന്റെ അടുത്തെത്തി. ചക്രവർത്തി അവർക്ക് അനുവാദം നൽകിയെങ്കിലും റോമൻ ഉദ്യോഗസ്ഥർ വിസിഗോത്തുകളെ വല്ലാതെ ചതിച്ചു. അവർക്ക് നൽകേണ്ടിയിരുന്ന ഭക്ഷണവും ആയുധങ്ങളും ഉദ്യോഗസ്ഥർ മറിച്ചുവിറ്റു. വിശപ്പും അപമാനവും സഹിക്കവയ്യാതെ വിസിഗോത്തുകൾ റോമിനെതിരെ കലാപം തുടങ്ങി. അവസാനം 378 സിഇയിൽ നടന്ന ബാറ്റിൽ ഓഫ് ആൻഡ്രിയനോപ്പിളിൽ അവർ റോമൻ സൈന്യത്തെ ദയനീയമായി തോൽപ്പിക്കുകയും വാലൻസ് ചക്രവർത്തിയെ കൊല്ലുകയും ചെയ്തു. റോമിന്റെ പതനം അവിടെ തുടങ്ങുകയായിരുന്നു. അടുത്തതായി ഹണുകളുടെ ഏറ്റവും ഭയപ്പെടുത്തുന്ന രാജാവായ അറ്റിലയെക്കുറിച്ചും അദ്ദേഹം എങ്ങനെയാണ് പിൻവാങ്ങിയതെന്നും നോക്കാം. ഹണുകളുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ പോരാളിയായിരുന്നു അറ്റില. യൂറോപ്പിലെമ്പാടും നാശനഷ്ടങ്ങൾ വരുത്തിയ അറ്റിലയെ ദൈവത്തിന്റെ ചാട്ടവാർ എന്ന് പോലും ആളുകൾ വിളിച്ചിരുന്നു. ഗൗൾ കീഴടക്കിയ ശേഷം അദ്ദേഹം ഇറ്റലി ലക്ഷ്യം വെച്ച് നീങ്ങി. റോം നഗരം ഏതു നിമിഷവും തകർക്കപ്പെടാം എന്ന അവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് റോമിലെ ബിഷപ്പായിരുന്ന പോപ്പ് ലിയോ ഒന്നാമൻ അറ്റിലയെ നേരിട്ട് കാണാൻ പോകുന്നത്. ചരിത്രപ്രസിദ്ധമായ ആ കൂടിക്കാഴ്ചയിൽ പോപ്പ് അറ്റിലയെ പിന്തിരിപ്പിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അറ്റില റോമിനെ ആക്രമിക്കാതെ ഹംഗറിയിലേക്ക് മടങ്ങാൻ സമ്മതിച്ചു. അവിടെ എത്തിയതിനു ശേഷം അധികം വൈകാതെ അദ്ദേഹം മരണപ്പെട്ടു. അറ്റിലയുടെ മരണത്തോടെ ഹണുകളുടെ ആ വലിയ ഭീഷണിയും അവസാനിച്ചു. അടുത്തത് നോക്കാം. റോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതിർത്തികളിലുണ്ടായ ബാർബേറിയൻ വംശജരുടെ വലിയ സമ്മർദ്ദമാണ്. ഹണുകൾ വന്ന് ആക്രമിക്കാൻ തുടങ്ങിയതോടെ ഗോത്തുകളും മറ്റ് ജർമ്മനിക് ഗോത്രങ്ങളും ജീവൻ രക്ഷിക്കാൻ റോമൻ അതിർത്തികളിലേക്ക് കൂട്ടമായി ഇടിച്ചുകയറി. ഇതിനെ തുടർന്ന് അലമാനി, ഫ്രാങ്ക്സ്, സാക്ലൻസ് തുടങ്ങിയ വലിയ ബാർബേറിയൻ കൂട്ടായ്മകൾ രൂപപ്പെട്ടു. ഇവർ റോമിന് വലിയൊരു ഭീഷണിയായി മാറുകയും അതിർത്തികൾ തകർക്കുകയും ചെയ്തു. റോസ്തോവ് സെഫ് എന്ന ചരിത്രകാരൻ്റെ അഭിപ്രായത്തിൽ റോം അതിൻ്റെ സാമ്രാജ്യം അമിതമായി വ്യാപിപ്പിച്ചത് വലിയൊരു വിനയായി മാറി. നഗരങ്ങൾ വളരുകയും അവിടുത്തെ ആളുകൾ സമ്പന്നരാവുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഭാരം മുഴുവൻ ചുമക്കേണ്ടി വന്നത് ഗ്രാമങ്ങളിലെ പാവപ്പെട്ട കർഷകരായിരുന്നു. നഗരങ്ങളിലെ സമ്പന്നർ തങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്ന തിരിച്ചറിവ് കർഷകരിൽ വലിയ പ്രതിഷേധമുണ്ടാക്കി. അവസാനം സൈന്യത്തിലെ കർഷകരും ഗ്രാമീണരും ഒന്നിച്ച് നഗരങ്ങളിലെ സമ്പന്നർക്കെതിരെ തിരിഞ്ഞു. ഈ ആഭ്യന്തര കലാപം റോമിനെ അകമേ നിന്ന് തകർത്തു കളഞ്ഞു. ഒരു സാമ്രാജ്യത്തിൻ്റെ നട്ടെല്ല് അതിൻ്റെ സൈന്യമാണല്ലോ. എന്നാൽ റോമിന് സംഭവിച്ച വലിയൊരു അബദ്ധം എന്താണെന്ന് അറിയാമോ? പണ്ട് റോമിനോട് കൂറുള്ള സ്വന്തം പൗരന്മാരായിരുന്നു സൈന്യത്തിലുണ്ടായിരുന്നത്. എന്നാൽ കാലക്രമേണ ചക്രവർത്തിമാർ സ്വന്തം ജനതയെ വിശ്വസിക്കാതെ ബാർബേറിയൻസിനെയും വിദേശികളെയും കൂലിപ്പടയാളികളായി സൈന്യത്തിൽ ചേർക്കാൻ തുടങ്ങി. ഇവർക്ക് റോമിനോട് ഒരു സ്നേഹവുമില്ലായിരുന്നു. കൂടുതൽ ശമ്പളത്തിനും സമ്മാനങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഇവർ നിലകൊണ്ടത്. സൈന്യത്തിന്റെ അച്ചടക്കം പൂർണ്ണമായും തകർന്നു. ചുരുക്കത്തിൽ റോമിനെ സംരക്ഷിക്കേണ്ട സൈന്യം വെറും ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടമായി മാറിയത് പതനത്തിന് വലിയൊരു കാരണമായി. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റോമിന് സംഭവിച്ച സാമ്പത്തിക തകർച്ചയാണ്. ഒരു രാജ്യം നടത്താൻ പണം വേണമല്ലോ. എന്നാൽ 3-ാം നൂറ്റാണ്ടായപ്പോഴേക്കും റോം ഏതാണ്ട് പാപ്പരായി കഴിഞ്ഞിരുന്നു. തുടർച്ചയായി ഉണ്ടായ പ്ലേഗ് രോഗങ്ങളും ഭൂകമ്പങ്ങളും കൃഷിയെയും വ്യാപാരത്തെയും സാരമായി ബാധിച്ചു. യുദ്ധച്ചെലവ് കൂടുമ്പോൾ ചക്രവർത്തിമാർ ഒരു തരികിട കാണിച്ചു. നാണയങ്ങളിലെ വെള്ളിയുടെ അളവ് കുറച്ചു. ഇത് വലിയ വിലക്കയറ്റത്തിന് കാരണമായി. റോഡുകളും പാലങ്ങളും നന്നാക്കാൻ പോലും പണമില്ലാതായതോടെ രാജ്യം മൊത്തത്തിൽ തകർന്നു. കർഷകർക്ക് ജീവിക്കാൻ കഴിയാതെ വരികയും അവർ വലിയ ജന്മികളുടെ അടിമകളെ പോലെ മാറുകയും ചെയ്തു. ഈ സാമ്പത്തിക പ്രതിസന്ധി റോമിനെ നിസ്സഹായരാക്കി കളഞ്ഞു. അടുത്തതായി യുദ്ധ
യുദ്ധക്കളത്തിൽ ബാർബേറിയൻസ് എങ്ങനെയാണ് റോമിനേക്കാൾ മുന്നിലെത്തിയതെന്ന് നോക്കാം. മറ്റൊരു പ്രധാന കാര്യമാണ് ബാർബേറിയൻസ് യുദ്ധതന്ത്രങ്ങളിലും ആയുധങ്ങളിലും റോമിനേക്കാൾ ഒരുപടി മുന്നിലായിരുന്നു എന്നത്. അവരുടെ കുതിരപ്പട വളരെ കരുത്തുറ്റതായിരുന്നു. റോമൻ സൈന്യത്തിന് പരിചയമില്ലാത്ത നീളമുള്ള വാളുകളും മാരകമായ ആയുധങ്ങളുമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഇതിനെല്ലാം പുറമെ റോമിലെ പാവപ്പെട്ട ജനങ്ങൾ ഈ ആക്രമണങ്ങളെ വലിയ രീതിയിൽ എതിർത്തതുമില്ല. കാരണം റോമൻ ഗവൺമെന്റിന്റെ കടുത്ത നികുതിയും പീഡനങ്ങളും കാരണം അവർ മടുത്തിരുന്നു. റോമൻ ഭരണത്തെക്കാൾ ബാർബേറിയൻ ഭരണമാകും നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു ജനത അവിടെ ഉണ്ടായിരുന്നു എന്നത് റോമിന് വലിയ തിരിച്ചടിയായി. അടുത്ത പോയിന്റ് ക്രിസ്തുമതത്തിന്റെ വളർച്ചയാണ്. റോമൻ സാമ്രാജ്യം തകരാൻ ഇതെങ്ങനെ കാരണമായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. സത്യത്തിൽ ക്രിസ്തുമതം വ്യാപിച്ചതോടെ ജനങ്ങളുടെ ചിന്താഗതിയിൽ വലിയൊരു മാറ്റം വന്നു. മുൻപ് റോമൻ സാമ്രാജ്യത്തിനും അവിടുത്തെ ചക്രവർത്തിക്കുമായിരുന്നു ജനങ്ങൾ ഒന്നാം സ്ഥാനം നൽകിയിരുന്നത്. എന്നാൽ പുതിയ വിശ്വാസം വന്നതോടെ ആളുകൾക്ക് സാമ്രാജ്യത്തെക്കാൾ വലിയത് മതമായി മാറി. പഴയ റോമൻ സംസ്കാരത്തോടും കലകളോടും പലർക്കും താല്പര്യം കുറഞ്ഞു. രാജ്യം സംരക്ഷിക്കുന്നതിനേക്കാൾ പ്രധാനം ആത്മീയ കാര്യങ്ങളാണെന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങി. ചർച്ച് എന്ന സംവിധാനം ശക്തമായതോടെ അത് റോമൻ ഗവൺമെന്റിന്റെ ഉള്ളിൽ തന്നെ മറ്റൊരു അധികാര കേന്ദ്രമായി മാറി. ഇത് റോമിന്റെ ഐക്യത്തെയും പോരാട്ട വീര്യത്തെയും ഒരു പരിധിവരെ ദുർബലപ്പെടുത്തി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. റോമൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ കൃഷിക്ക് എന്ത് സംഭവിച്ചു? കൃഷി നശിച്ചാൽ പിന്നെ ഒരു സാമ്രാജ്യത്തിന് എങ്ങനെ നിലനിൽക്കാൻ കഴിയും? റോമിൽ സംഭവിച്ചതും അതാണ്. കൃഷിഭൂമികൾ നോക്കി നടത്താൻ ആളില്ലാത്ത അവസ്ഥ വന്നു. അമിതമായ നികുതിയും പട്ടിണിയും കാരണം കർഷകർ നാടുവിട്ടു. കൃഷിസ്ഥലങ്ങൾ പലതും കാടുപിടിച്ചു. ഡ്രെയിനേജ് സംവിധാനങ്ങൾ നശിച്ചതോടെ അവിടെ കൊതുകുകൾ നിറഞ്ഞ മലേറിയ പോലുള്ള അസുഖങ്ങൾ പടർന്നു. ഇറ്റലിയിലെ വളക്കൂറുള്ള മണ്ണ് പോലും ആരും നോക്കാനില്ലാതെ തരിശു ഭൂമിയായി മാറി. മറ്റൊരു കാര്യം പണം പൂഴ്ത്തിവെക്കുന്ന ശീലമാണ്. അക്കാലത്ത് ബാങ്കുകൾ ഇല്ലാതിരുന്നത് കൊണ്ട് സമ്പന്നർ പണം ഒളിപ്പിച്ചു വെച്ചു. ഇത് വിപണിയിൽ പണമില്ലാത്ത അവസ്ഥയുണ്ടാക്കി. ചുരുക്കത്തിൽ കൃഷിയും വ്യവസായവും തകർന്നതോടെ റോമിന്റെ അടിത്തറ ഇളകി. അടുത്തതായി നമ്മൾ നോക്കുന്നത് റോമിലെ ജനസംഖ്യയിലുണ്ടായ കുറവിനെ കുറിച്ചാണ്. ഇതിനെ ഡീപോപ്പുലേഷൻ എന്ന് വിളിക്കുന്നു. ഒരു രാജ്യം ശക്തമാകണമെങ്കിൽ അവിടെ ആവശ്യത്തിന് ജനങ്ങൾ വേണമല്ലോ. എന്നാൽ റോമിൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. അഗസ്റ്റസ് ചക്രവർത്തിയുടെ കാലം മുതൽക്കേ തുടങ്ങിയ ഈ ജനസംഖ്യ കുറവ് 4-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഭീകരമായി മാറി. യുദ്ധങ്ങളും പട്ടിണിയും പ്ലേഗ് പോലുള്ള രോഗങ്ങളും കാരണം ജനങ്ങൾ കൂട്ടത്തോടെ മരിച്ചുടങ്ങി. ഇത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കി. എന്താണത്? കൃഷി ചെയ്യാൻ ആളില്ല. അതിനേക്കാൾ കഷ്ടം അതിർത്തികൾ കാക്കാനും സൈന്യത്തിലേക്ക് ആളെ കിട്ടാനില്ല അവസ്ഥ വന്നു. ചരിത്രകാരനായ പോളിബിയസ് ഒക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ജനങ്ങൾ കുറഞ്ഞതോടെ റോമൻ സംസ്കാരത്തിന്റെ തിളക്കം മങ്ങുകയും സാമ്രാജ്യം ശൂന്യമാകാൻ തുടങ്ങുകയും ചെയ്തു. റോമിന്റെ പതനത്തിന് കാലാവസ്ഥയും ഒരു കാരണമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എൽസ്വർത്ത് ഹണ്ടിങ്ടൺ എന്ന ചരിത്രകാരൻ പറയുന്നത് അതാണ്. അദ്ദേഹത്തിന്റെ പഠനമനുസരിച്ച് AD 200 മുതൽ 400 വരെയുള്ള കാലഘട്ടത്തിൽ റോമൻ പ്രദേശങ്ങളിൽ മഴ ഗണ്യമായി കുറഞ്ഞു. തുടർച്ചയായ വരൾച്ച കാരണം കൃഷി നശിക്കുകയും ജനങ്ങൾ പട്ടിണിയിലാവുകയും ചെയ്തു. പ്രകൃതിയിലുണ്ടായ ഈ മാറ്റം റോമിനെ സാമ്പത്തികമായും ശാരീരികമായും തളർത്തിക്കളഞ്ഞു. അങ്ങനെ പ്രകൃതി പോലും റോമിനെതിരായ ഒരു കാലഘട്ടമായിരുന്നു അത്. ഇതിനെ തുടർന്നാണ് യൂറോപ്പ് ഇരുണ്ട യുഗത്തിലേക്ക് അല്ലെങ്കിൽ ഡാർക്ക് ഏജിലേക്ക് നീങ്ങിയത്. നമുക്ക് ഈ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ ഒരു ജൈവികമായ അല്ലെങ്കിൽ ബയോളജിക്കൽ രീതിയിൽ വിലയിരുത്താം. നിൽസൺ എന്ന ചരിത്രകാരൻ തൻ്റെ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമാണിത്. റോം എന്നത് വളരെ വലിയൊരു സാമ്രാജ്യമായിരുന്നല്ലോ. അവിടെ കീഴടക്കപ്പെട്ട ജനങ്ങളും റോമിലേക്ക് കുടിയേറിയ ബാർബേറിയൻസും അത്രയേറെ അധികമായിരുന്നു. ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ റോമൻ സംസ്കാരത്തിലേക്ക് മാറ്റിയെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. പകരം പല വംശത്തിലുള്ള ആളുകൾ തമ്മിൽ കലരുകയും റോമിന് അതിൻ്റെ തനതായ വംശീയ സ്വഭാവവും സംസ്കാരവും നഷ്ടപ്പെടുകയും ചെയ്തു. റോമിനെ റോമാക്കി നിലനിർത്തിയ ആ പഴയ പോരാട്ട വീര്യവും ആത്മവിശ്വാസവും ഈ വംശീയ മിശ്രണം മൂലം ഇല്ലാതായ റോമൻ ഭരണകൂടത്തിൻ്റെ കെട്ടുറപ്പിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മൾ റോമിലെ അധികാരത്തിന് സംഭവിച്ച തകർച്ചയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ജി ഫെറോറോ എന്ന ഇറ്റാലിയൻ ചരിത്രകാരൻ പറയുന്നത് റോമിന് ഒരിക്കലും വ്യക്തമായൊരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നാണ്. ആരാണ് അടുത്ത ചക്രവർത്തി ആകേണ്ടത് എന്ന കാര്യത്തിൽ എപ്പോഴും തർക്കങ്ങളും ലഹളകളും നടന്നു. ഇത് സാമ്രാജ്യത്തിൻ്റെ അധികാരത്തെ ദുർബലപ്പെടുത്തി. എലൈറ്റ് ക്ലാസ്സിലുള്ള ആളുകൾ നശിച്ചതോടെ അധികാരം പുതുതായി വന്ന ബാർബേറിയൻ ഉദ്യോഗസ്ഥരുടെയും സമ്പന്നരുടെയും കൈകളിലായി. കേന്ദ്രഭരണം ദുർബലമായപ്പോൾ ഓരോ പ്രവിശ്യകളും സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതോടെ റോം എന്ന വലിയ സാമ്രാജ്യം കഷ്ണങ്ങളായി ചിതറിപ്പോയി. ചുരുക്കത്തിൽ പറഞ്ഞാൽ തലപ്പത്തുള്ളവരുടെ കെടുകാര്യസ്ഥതയിലാണ് റോമിനെ മരണത്തിലേക്ക് തള്ളിയിട്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ റോമിനെ രക്ഷിക്കാൻ ചിലർ ശ്രമിച്ചിരുന്നു. 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും വന്ന ഡയോക്ലീഷ്യൻ, കോൺസ്റ്റന്റൈൻ എന്നീ ചക്രവർത്തിമാർ സാമ്രാജ്യത്തിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. പഴയ അയഞ്ഞ ഭരണരീതി മാറ്റി ഒരു വലിയ സൈന്യത്തിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെയുള്ള ഒരു ഏകാധിപത്യ ഭരണകൂടം അവർ കെട്ടിപ്പടുത്തു. സാമ്രാജ്യം ഒന്നായി ഭരിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർ അതിനെ വിഭജിക്കാൻ തീരുമാനിച്ചു. ഈ വിഭജനമാണ് പിൽക്കാലത്ത് മെഡീവൽ വെസ്റ്റ് എന്ന പ്രത്യേക സംസ്കാരം വളരാൻ കാരണമായി. ഈ സാമ്രാജ്യം എങ്ങനെയാണ് കൃത്യമായി വിഭജിക്കപ്പെട്ടത് എന്നാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഈ വിഭജനം എങ്ങനെയാണ് നടന്നത് എന്ന് നോക്കാം. ഡയോക്ലീഷ്യൻ ചക്രവർത്തി ബാൽക്കൻ
കിഴക്കൻ പ്രദേശങ്ങളിലൂടെയും ഉത്തരാഫ്രിക്കയുടെ നടുവിലൂടെയും ഒരു സാങ്കല്പിക രേഖ വരച്ചുകൊണ്ടാണ് സാമ്രാജ്യത്തെ രണ്ടായി തിരിച്ചത്. ഈ രേഖയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പഴയ തലസ്ഥാനമായ റോം തന്നെ തുടർന്നു. എന്നാൽ കിഴക്ക് ഭാഗത്ത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പുതിയൊരു തലസ്ഥാനം പണിതു. അതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. വെറുമൊരു ഭരണ സൗകര്യത്തിന് വേണ്ടി തുടങ്ങിയ ഈ മാറ്റം റോമിനെ കിഴക്കും പടിഞ്ഞാറുമായി എന്നേക്കുമായി വേർതിരിക്കുന്നതിന്റെ തുടക്കമായിരുന്നു. ആദ്യം ഭരണ സൗകര്യത്തിന് വേണ്ടി തുടങ്ങിയ ഈ വിഭജനം 4-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ എന്നേക്കുമായി മാറി. ഇതിൽ ഏറ്റവും നിർണായകമായത് AD 395 തിയോഡോഷ്യസ് ചക്രവർത്തിയുടെ മരണമാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യവും കിഴക്കൻ റോമൻ സാമ്രാജ്യവും രണ്ട് വ്യത്യസ്ത വഴികളിലേക്ക് നീങ്ങി. അതായത് ഒരു കാലത്ത് ലോകം മുഴുവൻ അടക്കി വാണിരുന്ന റോം രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ശക്തികളായി മാറി എന്ന് ചുരുക്കം. ഇതിനുശേഷം ഈ രണ്ട് സാമ്രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കുറയുകയും അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കാം. 5-ാം നൂറ്റാണ്ടായപ്പോഴേക്കും റോമിന്റെ അതിർത്തികൾ സുരക്ഷിതമല്ലാതായി മാറി. ജർമ്മനിയിൽ നിന്നുള്ള വിസിഗോത്തുകൾ, ഓസ്ട്രോഗോത്തുകൾ, വാൻഡലുകൾ തുടങ്ങിയ ഒരു വലിയ ജനപ്രവാഹം തന്നെ റോമിലേക്ക് ഇരച്ചു കയറി. റൈൻ നദി കടന്നു വന്ന ഈ ഗോത്രങ്ങൾ റോമിന്റെ വിവിധ ഭാഗങ്ങൾ കൈക്കലാക്കി. ഫ്രാങ്കുകളും ബർഗണ്ടിയൻസും ഗാൾ പ്രദേശം ലക്ഷ്യമാക്കി നീങ്ങി. ഇത് വെറുമൊരു യുദ്ധമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ ജനതയുടെ കുടിയേറ്റവും സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ തുടക്കവുമായിരുന്നു. നമ്മൾ നേരത്തെ ഒരാളെ പരിചയപ്പെട്ടിരുന്നു, അറ്റില. നമ്മൾ പറഞ്ഞതാണ് അക്കാലത്ത് റോമിനെ വിറപ്പിച്ച മറ്റൊരാളായിരുന്നു ഈ അറ്റില. ഹൂണുകളുടെ നേതാവായ അറ്റിലയും കൂട്ടരും ഗാൾ പ്രദേശം വരെ മുന്നേറി. എന്നാൽ റോമൻ ജനറലായിരുന്ന എയ്റ്റിയസ് അദ്ദേഹത്തെ തോൽപ്പിച്ച് തിരിച്ചയച്ചു. അതുപോലെ ബർഗണ്ടിയൻസും ഗാൾ ആക്രമിക്കാൻ ശ്രമിച്ചു. എയ്റ്റിയസ് തന്റെ പക്കലുള്ള ഹൂൺ കൂലിപ്പടയാളികളെ വെച്ച് അവരെയും പരാജയപ്പെടുത്തി. ഇതിനിടയിൽ തിയോഡറിക് എന്ന നേതാവിന്റെ കീഴിൽ ഓസ്ട്രോഗോത്തുകൾ റോമിന്റെ കിഴക്കൻ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിളിനെ പോലും ഭീഷണിപ്പെടുത്തി. ചുരുക്കത്തിൽ 4 പാടു നിന്നും ശത്രുക്കളാൽ വളയപ്പെട്ട അവസ്ഥയിലായിരുന്നു റോം. 6-ാം നൂറ്റാണ്ടിന്റെ തുടക്കമായപ്പോഴേക്കും പഴയ ആ വലിയ പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം ഇല്ലാതായി കഴിഞ്ഞിരുന്നു. പല ഗോത്രവർഗ്ഗക്കാർ റോമിനെ പങ്കിട്ടെടുത്തു. ഇന്നത്തെ ഫ്രാൻസ് ഉൾപ്പെടുന്ന ഗാൾ പ്രദേശം ഫ്രാങ്കുകൾ പിടിച്ചെടുത്തു. ബർഗണ്ടിയൻ സാവോയ് എന്ന സ്ഥലത്തേക്ക് ഒതുങ്ങി. സ്പെയിനിന്റെ അധികാരം വിസിഗോത്തുകളുടെ കൈകളിലായി. ആഫ്രിക്കൻ ഭാഗങ്ങൾ വാൻഡലുകളും സാക്ഷാൽ ഇറ്റലി ഓസ്ട്രോഗോത്തുകളും ഭരിക്കാൻ തുടങ്ങി. അതായത് റോം എന്ന പേര് മാത്രം ബാക്കിയാവുകയും അധികാരം മുഴുവൻ ബാർബേറിയൻ തലവന്മാരുടെ കൈകളിലാവുകയും ചെയ്തു. അങ്ങനെ ലോകത്തെ വിറപ്പിച്ചിരുന്ന ഈ സാമ്രാജ്യത്തിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ജൂലിയസ് നെപ്പോസ് തന്റെ മകനായ റോമുലസ് അഗസ്റ്റുലസിനെ ചക്രവർത്തിയായി വാഴിച്ചെങ്കിലും വിധി മറ്റൊന്നായിരുന്നു. AD 476 ഓഡോസർ എന്ന ബാർബേറിയൻ നേതാവ് അവസാനത്തെ റോമൻ ചക്രവർത്തിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. ഇതോടെ പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം ഔദ്യോഗികമായി ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് മറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? റോമിന്റെ പതനത്തിന് കാരണമായ സാമ്പത്തിക തകർച്ചയും കൃഷിയുടെ നാശവും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അധികാര വടംവലികളും ഭരണപരമായ പാളിച്ചകളും ചെയ്തു. ഡയോക്ലീഷ്യനും കോൺസ്റ്റാന്റൈനും സാമ്രാജ്യത്തെ വിഭജിച്ചത് പറഞ്ഞു. ഒടുവിൽ ബാർബേറിയൻ ഗോത്രങ്ങളുടെ തുടർച്ചയായ ആക്രമണങ്ങളും പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഈ തകർച്ചയോട് കൂടിയാണ് യൂറോപ്പിൽ പ്രാചീന യുഗം അവസാനിക്കുകയും മധ്യകാലഘട്ടം ആരംഭിക്കുകയും ചെയ്തതെന്ന് നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. റോം വീണെങ്കിലും ആ സംസ്കാരം ഇന്നും നിയമത്തിലും കലയിലും ഭാഷയിലുമെല്ലാം ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നോട്ട് ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.